30-ാം തീയതി എല്ലാ വർഷവും വ്രതം എടുക്കേണ്ടത്. 30-ാം തീയതി വരുന്നത് ദശമി തൊട്ടിട്ടുള്ള ഏകാദശിയാണ്. അതിനെ ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയും. അത് നോൽക്കാനായിട്ട് പാടില്ല. ആനന്ദപക്ഷ ഏകാദശിയാണ് നോൽക്കേണ്ടത്. അതായത് ദ്വാദശി തൊട്ട ഏകാദശി വരുന്നത് 31-ാം തീയതിയാണ്. അപ്പോൾ അന്നാണ് വ്രതം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാം. ഏകാദശി എടുക്കുമ്പോൾ 3 ദിവസങ്ങൾക്കാണ് പ്രാധാന്യം. ഒന്ന് ദശമി, പിന്നെ ഏകാദശി, പിന്നെ ദ്വാദശി. അപ്പോൾ ദശമി നാളെയാണ്, 30-ാം തീയതിയാണ്. അപ്പോൾ നാളത്തെ ദിവസം മുതൽ നമുക്ക് വ്രതം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടി തന്നെ ആചരിക്കാം കേട്ടോ. ദശമിയുടെ അന്ന് അത് രാവിലെ എണീറ്റിട്ട് കുളിക്കുക. അന്ന് രാവിലെ പ്രാതലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണ് പറയുക. പിന്നെ പിറ്റത്തെ ദിവസം ഏകാദശിയുടെ അന്ന്, അതായത് ഡിസംബർ 31-ാം തീയതി ഇതേപോലെ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം നോറ്റു തുടങ്ങാം കേട്ടോ. തീർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് തുളസി തീർത്ഥം,